Good morning, everyone. I welcome you all for today's session. In today's session, we are going to start our new lesson from Unit 5, and the title of the lesson is Funny Bunny. The title of the lesson is Funny Bunny. This is the last lesson from our term 2. Okay. So get ready for the session. All of you have your English book on your hand, page number 80. No need to look at the textbook now. Okay, ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കണ്ട, ഇപ്പോൾ സ്റ്റോറി ലിസൺ ചെയ്താൽ മതി കേട്ടോ. Understood? So we are going to start our lesson. Get ready. So as the title says, it's a story about a rabbit whose name is Funny Bunny. Okay, ഈ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ സ്റ്റോറി ഒരു റാബിറ്റിനെ കുറിച്ചാണ്. ആ റാബിറ്റിൻ്റെ പേര് ഫണ്ണി ബണ്ണി എന്നാണ് കേട്ടോ. അപ്പോൾ ആരും ടെക്സ്റ്റ് ബുക്ക് നോക്കണ്ട, സ്റ്റോറി കണ്ടാൽ മതി കേട്ടോ. നൗ യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ എ ട്രീ ആൻഡ് റാബിറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ എ ട്രീ. അല്ലേ, ഒരു ട്രീയുടെ അടിയിൽ ഒരു റാബിറ്റ് ഇരിക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ ട്രീയുടെ മുകളിൽ ഒരു നട്ട് ഈ റാബിറ്റിൻ്റെ തലയിലേക്ക് വീണു. ഓക്കെ, നൗ സീ വാട്ട് ഹാപ്പൻസ്. സോ ദ റാബിറ്റ് സെഡ്, "Ouch, the sky is going to fall." ഓക്കെ, ഒരു നട്ട് തലയിലേക്ക് വീണ ഉടനെ ഈ റാബിറ്റ് എന്താ വിചാരിച്ചത്? സ്കൈ, ആകാശം താഴേക്ക് വീഴുകയാണെന്ന് വിചാരിച്ചിട്ട് ഹീ സെഡ്, "Ouch, the sky is going to fall." സ്കൈയെ താഴേക്ക് വീഴാൻ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, "Ouch, the sky is going to fall." എന്നിട്ട് പറഞ്ഞു, "I must tell the king." ഈ സ്കൈ താഴേക്ക് വീണ വിവരം ഞാൻ കിങ്ങിനോട് പറയാൻ പോവാണെന്ന്. ഓക്കെ, ഈ സ്കൈ ഇപ്പോൾ എനിക്ക് എൻ്റെ തലയിലേക്ക് വീണു, അതുപോലെ ആ വിവരം ഞാൻ ആരോട് പറയാൻ പോവാണ്? ഐ ആം ഗോയിങ് ടു ടെൽ ദ കിങ്. ഞാൻ ഈ വിവരം കിങ്ങിനെ അറിയിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഓൺ ദ വേ ഹീ മെറ്റ് ഹെന്നി പെന്നി. ഓക്കെ, ഒരു ഹെന്നിനെ കണ്ടു. ആ ഹെന്നിൻ്റെ പേരാണ് ഹെന്നി പെന്നി. ഓക്കെ, സോ ഹീ സെഡ് ടു ദ ഹെന്നി പെന്നി, "ദ സ്കൈ ഈസ് ഗോയിങ് ടു ഫാൾ. ഓക്കെ, ഐ ആം ഗോയിങ് ടു ടെൽ ദ കിങ്." നിനക്കറിയോ, സ്കൈയെ താഴേക്ക് വീഴാൻ പോവാണ്. ഞാൻ ഈ വിവരം ആരോട് പറയാൻ പോവാണ്? കിങ്ങിനോട് പറയാൻ പോവാണെന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? ഫണ്ണി ബണ്ണി ഹെന്നി പെന്നിനോട് പറഞ്ഞു. ഓക്കെ, സോ അത് കേട്ട ഉടനെ ഹെന്നി പെന്നി എന്ത് പറഞ്ഞു? "ഐ വിൽ കം ടു." നീ കിങ്ങിനോട് പറയാൻ പോവാണല്ലേ ഈ വിവരം, എന്നാൽ നിൻ്റെ കൂടെ ഞാനും വരാമെന്ന് പറഞ്ഞു. രണ്ടാളും കൂടി ഒരുമിച്ച് പോവായിരുന്നു. ഓക്കെ, സോ ആ വഴിയിൽ എന്താ കണ്ടത്? രണ്ടാളും കൂടി പോകുമ്പോൾ ആ വഴിയിൽ ആരെ കണ്ടു? കോക്കി ലോക്കി. ഓക്കെ, ഒരു കോക്കിനെ കണ്ടു. ആ കോക്കിൻ്റെ പേരാണ് കോക്കി ലോക്കി. ഓക്കെ, എന്നിട്ട് ഇവർ രണ്ടുപേരും ആ കോക്കി ലോക്കിയോട് പറഞ്ഞു, "ദ സ്കൈ ഈസ് ഗോയിങ് ടു ഫാൾ," സെഡ് ഫണ്ണി ബണ്ണി. സ്കൈയെ താഴേക്ക് വീഴാൻ പോവാണ്. "ഐ ആം ഗോയിങ് ടു ടെൽ ദ കിങ്." ഞാൻ ഈ വിവരം കിങ്ങിനോട് പറയാൻ പോവാണെന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഈ കോക്കി ലോക്കി എന്ത് പറഞ്ഞു? "ഐ വിൽ കം ടു." അങ്ങനെയാണോ? ഈ വിവരം നിങ്ങൾ കിങ്ങിനോട് പറയാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ കൂടെ ഞാനും വരാമെന്ന് പറഞ്ഞു. "ഐ വിൽ കം ടു." ഓക്കെ, അങ്ങനെ 3 പേരും കൂടി നടന്നു പോകുമ്പോൾ അവിടെ ആരെയാ കണ്ടത്? യെസ്, ദേ മെറ്റ് ലക്കി ഡക്കി. അവിടെ ഒരു ലക്കി ഡക്കിയെ കണ്ടു. ഓക്കെ, എന്നിട്ട് ഫണ്ണി ബണ്ണി ആ ഡക്കിനോട് പറഞ്ഞു, "ദ സ്കൈ ഈസ് ഗോയിങ് ടു ഫാൾ." സ്കൈയെ താഴെ വീഴാൻ പോവാണെന്ന് സെയിം അവരോടൊക്കെ പറഞ്ഞ പോലെ ആ ഡക്കിനോടും പറഞ്ഞു. ഓക്കെ, ഇത് കേട്ട ഉടനെ മറ്റുള്ളവർ പറഞ്ഞ പോലെ തന്നെ ഈ ഡക്ക് എന്ത് പറഞ്ഞു? ഈ ലക്കി ഡക്കിയും പറഞ്ഞു, അങ്ങനെയാണോ? നിങ്ങൾ കിങ്ങിനോട് പറയാൻ പോവുകയാണെങ്കിൽ ഞാനും വരാം. ഐ വിൽ കം ടു എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഇവരെല്ലാവരും കൂടിയും പറയാൻ പോകുമ്പോൾ ഓൺ ദ വേ ദേ മെറ്റ് പൂസി ഗൂസി. ഓക്കെ, ഓൺ ദ വേ ഒരു ഗൂസിനെ കണ്ടു. അതിൻ്റെ പേര് പൂസി ഗൂസി എന്നായിരുന്നു. ഓക്കെ, ഓൺ ദ വേ ദേ മെറ്റ് പൂസി ഗൂസി. എന്നിട്ട് ഈ പറഞ്ഞ വിവരം അതേപോലെ ആ ഗൂസിനോടും പറഞ്ഞു. എന്താ പറഞ്ഞത്? "ദ സ്കൈ ഈസ് ഗോയിങ് ടു ഫാൾ. ഐ ആം ഗോയിങ് ടു ടെൽ ടു ദ കിങ്." നീ അറിഞ്ഞില്ലേ, സ്കൈ താഴെ വീഴാൻ പോവാണ്. ഞങ്ങളെല്ലാവരും ഈ വിവരം കിങ്ങിനോട് പറയാൻ പോവാണെന്ന് പറഞ്ഞു.
ഇത് കേട്ട ഉടനെ ഈ ഗൂസി എന്ത് പറഞ്ഞു? അങ്ങനെയാണോ, നിങ്ങളെല്ലാവരും പറയാൻ പോവാണോ കിങ്ങിനോട്? എന്നാൽ ഐ വിൽ കം ടു, ഞാനും വരാം നിങ്ങളെ കൂടെ കിങ്ങിനോട് പറയാനാണെങ്കിൽ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ എല്ലാവരും കൂടി പോവുകയാണേ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഓൺ ദ വേ ദേ മെറ്റ് ഫോക്സി. ആരെ കണ്ടത്? ഒരു ഫോക്സിനെ കണ്ടു. ആ ഫോക്സിൻ്റെ പേരാണ് ഫോക്സി. ഓക്കെ, ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ അവർ പോകുന്ന വഴിയിൽ ദേ കണ്ടു. ആരെ കണ്ടത്? ഫോക്സിനെ കണ്ടു. എന്നിട്ട് ഈ ഫോക്സിനോടും പറഞ്ഞു, എല്ലാവരും കൂടി പറഞ്ഞു, ദ സ്കൈ ഈസ് ഗോയിങ് ടു ഫോൾ, സ്കൈ താഴേക്ക് വീഴാൻ പോവുകയാണെന്നുള്ള വിവരം ഈ ഫോക്സിനോടും പറഞ്ഞു. ഓക്കെ, അതുമാത്രമല്ല, ഞങ്ങൾ ഈ വിവരം കിങ്ങിനോട് പറയാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ടെൽ ടു ദ കിങ് ദാറ്റ് ദ സ്കൈ ഈസ് ഗോയിങ് ടു ഫോൾ. അപ്പോൾ ആരൊക്കെയാണ് ഉള്ളത് എന്നറിയില്ല, നിങ്ങൾക്ക് മിസ് ഒന്നും കൂടി പറഞ്ഞുതരാം. ഫണ്ണി ബണ്ണി ഉണ്ട്, ഹെന്നി പെന്നി ഉണ്ട്, കോക്കി ലോക്കി ഉണ്ട്, ലക്കി ഡക്കി ഉണ്ട്, പൂസി ഗൂസി ഉണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ട് കിങ്ങിനോട് പറയാൻ പോവാണേ. സോ ഫോക്സ് എന്ത് പറഞ്ഞു? ഫോക്സ് പറഞ്ഞു, ദ കിങ് ലീവ്സ് ഹിയർ. നിങ്ങൾ കിങ്ങിനോടാണോ പറയാൻ പോണത്? കിങ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെയാണ് കിങ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഫോക്സി പറഞ്ഞു, ഫോളോ മീ. എന്ത് പറഞ്ഞത്? ഫോളോ മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ പിന്നാലെ വരൂ, ഞാൻ നിങ്ങൾക്ക് ഈ വിവരം കിങ്ങിനോട് പറയല്ലേ വേണ്ടത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞു ഫോളോ മീ. ഓക്കെ, പക്ഷെ എന്ത് സംഭവിച്ചു? ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് ഫണ്ണി ബണ്ണി, ഹെന്നി പെന്നി, കോക്കി ലോക്കി, ലക്കി ഡക്കി ആൻഡ് പൂസി ഗൂസി. എന്ത് സംഭവിച്ചു? ഈ ഫോക്സ് വെറുതെ കള്ളം പറഞ്ഞതാണ്. എല്ലാവരോടും ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എല്ലാവരെയും കില്ല് ചെയ്തിട്ട് എല്ലാവരും ഈ ഫോക്സ്, ഈ സൂത്രശാലനായ ഫോക്സ് അല്ലേ, ഫോക്സ് എന്ന് പറഞ്ഞാൽ സൂത്രശാലനാണ് അല്ലേ, ആ ഫോക്സ് എന്ത് ചെയ്തു? എല്ലാവരെയും കൊന്നിട്ട് എല്ലാവരെയും കഴിച്ചു, എല്ലാവരെയും വയറ്റിൽക്കാക്കി. ഓക്കെ, ഹി ഏറ്റ് ആൻഡ് ഹി എൻജോയ്ഡ്. ഓക്കെ, അപ്പോൾ അതോട് കൂടിയിട്ട് എല്ലാവരുടെ കഥയും കഴിഞ്ഞു. ഓക്കെ, ഹിയർ എൻഡ്സ് അവർ സ്റ്റോറി. ഇവിടെ നമ്മൾ സ്റ്റോറി അവസാനിച്ചു. പക്ഷേ ഈ സ്റ്റോറിയിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ലൊരു മെസ്സേജ് നമുക്ക് പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കണ്ടേ? മിസ് ഓരോന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഡോണ്ട് സ്പ്രെഡ് ദ റൂമർ. എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇല്ലാ കഥകൾ ഒരിക്കലും പറഞ്ഞു നടക്കാൻ പാടില്ല. ഓക്കെ, എന്തെങ്കിലും ഇപ്പോൾ ആ റാബിറ്റിൻ്റെ മുകളിൽ നട്ടാണ് വീണത് അല്ലേ, അതൊന്ന് തിരിഞ്ഞ് നോക്കി എന്താണ് വീണത് ഒന്ന് നോക്കിയിട്ടാണ് ചെങ്കിൽ റാബിറ്റിന് മനസ്സിലാവുമായിരുന്നു സ്കൈ ഒന്നല്ല വീണത്, ഒരു നട്ടാണെന്ന്. പക്ഷേ അത് മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒന്ന് വീണത് കണ്ടപ്പോൾ അത് സ്കൈ ആണെന്ന് പറഞ്ഞിട്ട് പോയത് കൊണ്ട് അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അല്ലേ. സോ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടായാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് അത് മറ്റുള്ളവരോട് പറയാൻ പാടുള്ളൂ. ഓക്കെ, അതൊരു നല്ല മെസ്സേജാണ് കേട്ടോ ഈ ലെസണിൽ നിന്ന്. നെക്സ്റ്റ് എന്താണ്? ലുക്ക് ബിഫോർ യു ലീപ്പ്. നമ്മൾ എന്തെങ്കിലും ചെയ്യണേക്കാട്ടി മുന്നേ അത് നന്നായി ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അടുത്തതോ ഡോണ്ട് ബി സോ ഇന്നസെൻറ്റ്. ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉടനെ തന്നെ വിശ്വസിക്കരുത്. അത് സത്യമാണോ? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും അതുകൊണ്ട് വിശ്വസിച്ച് അവരെ കൂടെ പിന്നാലെ പോവാതെ അതിൽ സത്യാവസ്ഥയുണ്ടോ എന്ന് അന്വേഷിച്ച് അത് സത്യമാണെങ്കിൽ മാത്രം അവരെ കൂടെ നിൽക്കണം. ഓക്കെ, ഇത് മറ്റുള്ള അനിമൽസൊക്കെ എന്ത് സംഭവിച്ചത്? ആ റാബിറ്റ് എന്ന് പറഞ്ഞു സ്കൈ വീഴാൻ പോവാണെന്ന്. അവരൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ അതങ്ങനെയല്ല എന്ന് മനസ്സിലാവും അല്ലേ. ഇന്നസെൻ്റായിട്ട് അവരെന്ത് വിചാരിച്ചു? അത് സത്യമാണെന്ന് വിചാരിച്ചിട്ട് അവർ റാബിറ്റിൻ്റെ പിന്നാലെ കൂടി എല്ലാവരും. സോ അപ്പോൾ അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. സോ ഷുഡ് നോട്ട് ബി ഇന്നസെൻറ്റ് ഓൾവേസ്. എപ്പോഴും നമ്മൾ ഇന്നസെൻ്റ് ആവാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡോണ്ട് ഫോളോ ദ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത ആളെ ഒന്നും അവരെന്താണ് ഏതാണ് എന്നും അറിയാതെ അവരെ പിന്നാലെ നമ്മൾ പോവരുത്. നമ്മുടെ പാരൻസൊക്കെ നമ്മളോട് എന്താ പറഞ്ഞു തരാറ്? നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴോ നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോഴോ എവിടെയാണെങ്കിലും നമ്മൾ അറിയാത്ത ആളുകൾ നമുക്ക് എന്തെങ്കിലും കൊടുന്നു തരികയോ അവർ വിളിക്കുകയോ ഒന്നും ചെയ്താൽ നമ്മൾ അവരുടെ കൂടെ പോകരുതെന്ന് പറഞ്ഞു തരാറില്ലേ? അതന്നെ, അതുപോലെ തന്നെയാണ്. അതാണ് ഇതിൻ്റെ മീനിങ്. ഡോണ്ട് ഫോളോ ദ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്ത ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്ത് അവർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ അവരെ കൂടെ പോകാൻ പാടില്ല. അതൊരു വലിയ ചതിക്കുഴിയിലേക്കാവും അവർ കൊണ്ടുപോവുക അല്ലേ.
അപ്പോൾ ഒരിക്കലും നമ്മൾ സ്ട്രേഞ്ചേഴ്സിനെ ഫോളോ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഡോണ്ട് ചീറ്റ് അതേഴ്സ്. നെക്സ്റ്റ് എന്താണ്? ഡോണ്ട് ചീറ്റ് അതേഴ്സ്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാൻ പാടില്ല. ചീറ്റ് എന്ന് പറഞ്ഞാൽ ചതിക്കാൻ പാടില്ല എന്ന്. ഓക്കെ, അപ്പോൾ ആ ഫോക്സ് എന്താ ചെയ്തത്? ആ വന്ന അനിമൽസൊക്കെ സ്കൈ വീഴാൻ പോവാണെന്നാണ് പറഞ്ഞത് അല്ലേ? പക്ഷേ ആ ഫോക്സ് എന്ത് ചെയ്തു? അവരെല്ലാവരും ചതിച്ചു. കിങ് ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടുപോയിട്ട് അവരെ കൊന്നു കളഞ്ഞു അല്ലേ? കൊന്നു കഴിച്ചു. സോ ഒരിക്കലും അങ്ങനെ ഒരാളെയും നമ്മൾ ചീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കബളിപ്പിക്കാൻ പാടില്ല കേട്ടോ. അതൊരു വലിയൊരു വാല്യൂ ആണ് ലൈഫിൽ. ഓക്കെ, the last value, don't be cunning. Cunning എന്ന് പറഞ്ഞാൽ സൂത്രശാലികൾ. ഓക്കെ, ചില സമയത്തൊക്കെ നമുക്ക്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സംടൈംസ് യു ഷുഡ് ബി. ചില സമയത്തൊക്കെ നമ്മൾ കണ്ണിങ് ആയിട്ട് പ്രവർത്തിക്കണം ജീവിതത്തിൽ. പക്ഷേ ഒരുപാട് എല്ലാ കാര്യത്തിലും ഒരുപാട് സൂത്രശാലികളായിട്ട് പ്രവർത്തിക്കരുത്. ഈ ഫോക്സ് ചെയ്ത പോലെ ഈ കണ്ണിങ് ആയിട്ട് അത് പ്രവർത്തിച്ചത് കൊണ്ട് എല്ലാ അനിമൽസിനെ കൊല്ലാൻ പറ്റി അല്ലേ? പക്ഷേ അതുപോലെ ഒരിക്കലും മറ്റുള്ളവർക്ക് ഹാം ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ഒരിക്കലും കണ്ണിങ് ആയിട്ട്, കണ്ണിങ് എന്നത് സൂത്രശാലികളാവാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവേണ്ട അത്യാവശ്യം വാല്യൂസാണ്. അതിനാണ് മിസ് ഈ സ്റ്റോറി എടുത്തത്. ഒരിക്കലും ഒരാൾ കേട്ടത് സത്യമാണോ എന്താണോ എന്ന് അറിയാതെ അവരെ പിന്നാലെ പോകാനോ ഒന്നും പാടില്ല. നമ്മളൊരു കാര്യം പറയുന്നതിന് മുന്നേ അത് സത്യമാണോ നമ്മൾ ആലോചിച്ചിട്ട് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവേണ്ട വിലപ്പെട്ട വാല്യൂസാണ് കേട്ടോ. അത് നിങ്ങൾ നന്നായി ജീവിതത്തിൽ ശീലിക്കണം. ഓക്കെ, അണ്ടർസ്റ്റുഡ്. മിസ് നെക്സ്റ്റ് ഇതിൻ്റെ ലെസൺ റീഡ് ചെയ്യാൻ പോവാണ്. നൗ യു ഓപ്പൺ യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്, ടേക്ക് പേജ് നമ്പർ 80 ആൻഡ് ഫോളോ മൈ റീഡിങ്. ഓക്കെ, മിസ് റീഡ് ചെയ്യാം, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. സോ വിൽ സ്റ്റാർട്ട് ദ ലെസൺ നൗ. ഫണ്ണി ബണ്ണി. One day a gnat fell on Funny Bunny. Okay, one day a gnat fell on Funny Bunny. Fell എന്ന് പറഞ്ഞാൽ വീണു. Okay, ouch, the sky is going to fall, said Funny Bunny. I must tell the king. ഞാനിത് കിങ്ങിനോട് എന്തായാലും പറയും. I must tell the king. On the way he met Henny Penny. On the way എന്ന് പറഞ്ഞാൽ ആ പോകുന്ന വഴിയിൽ. ഓക്കെ, ഓൺ ദ വേ ഹി മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടു. ആരെയാ കണ്ടത്? ഹെന്നി പെന്നി. The sky is going to fall, said Funny Bunny. I'm going to tell the king. I'll come too. I will come too, said Henny Penny. ഞാനും കൂടെ വരാം. ഓക്കെ, and off they went to find the king. അങ്ങനെ അവർ കിങ്ങിനെ തെരഞ്ഞ് പോവുകയാണ്. Soon they met കോക്കി ലോക്കി. വൈകാതെ അവർ ആരെ കണ്ടു? മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടു. ആരെ? കോക്കി ലോക്കിയെ കണ്ടു. Now moving on to the next page. The sky is going to fall, said Funny Bunny. I am going to tell the king. സോ ഈ കോക്കി ലോക്കിയോടും സെയിം ഡയലോഗ് തന്നെ പറഞ്ഞു. The sky is going to fall. ഞാൻ കിങ്ങിനോട് പറയാൻ പോവാണ്. I will come too, said കോക്കി ലോക്കി. And off they went to find the king. അപ്പോൾ കോക്കി ലോക്കിയും അവരെ കൂടെ കൂടിയിട്ടോ. ഓൺ ദ വേ ദേ മെറ്റ് ലക്കി ഡക്കി. വഴിയിൽ ആരെ കണ്ടു? ലക്കി ഡക്കിയെ കണ്ടു. ദ സ്കൈ ഈസ് ഗോയിങ് ടു ഫാൾ, സെഡ് ഫണ്ണി ബണ്ണി. ഐ എം ഗോയിങ് ടു ടെൽ ദ കിങ്. സെയിം അതേപോലെ ലക്കി ഡക്കിയോടും പറഞ്ഞു. ഐ വിൽ കം ടു, സെഡ് ലക്കി ഡക്കി. ലക്കിയും പറഞ്ഞു ഞാനും കൂടെ വരാം. ഓക്കെ, ആൻഡ് ഓഫ് ദേ വെൻ ടു ഫൈൻഡ് ദ കിങ്. എന്നിട്ട് കിങ്ങിനെ കാണാൻ പോയി. ഓൺ ദ വേ ദേ മെറ്റ് പൂസി ഗൂസി. ഓൺ ദ വേ ആരെ കണ്ടു? പൂസി ഗൂസി കണ്ടു. ദ സ്കൈ ഈസ് ഗോയിങ് ടു ഫോൾ, സെഡ് ഫണ്ണി ബണ്ണി. വീണ്ടും അതിനോടും പറഞ്ഞു സ്കൈ താഴെ വീഴാൻ പോവാണ്. ഐ എം ഗോയിങ് ടു ടെൽ ദ കിങ്. ഐ വിൽ കം ടു. പൂസി ഗൂസിയും പറഞ്ഞു ഞാനും കൂടെ വരാം. ഓക്കെ, ആൻഡ് ഓഫ് ദേ വെൻ ടു ഫൈൻഡ് ദ കിങ്. അങ്ങനെ എല്ലാവരും കൂടി കിങ്ങിനെ തെരഞ്ഞ് നടക്കുകയാണ്. ഓക്കെ, ദേ വെൻ ടു ഫൈൻഡ് ദ കിങ്. ഓൺ ദ വേ ദേ മെറ്റ് വോക്സി ഫോക്സി. ആരെയാ കണ്ടത്? വോക്സി ഫോക്സിയെ കണ്ടു. Now turn the next page. The sky is going to fall, they all said. എല്ലാവരും കൂടിയിട്ട് എന്ത് പറഞ്ഞു? ഫോക്സിനോട് ദ സ്കൈ ഈസ് ഗോയിങ് ടു ഫോൾ. സ്കൈ താഴെ വീഴാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ടെൽ ദ കിങ്. ഞങ്ങൾ കിങ്ങിനോട് പറയാൻ പോവാണ്. ഓക്കെ,
ദ കിങ് ലിവ്സ് ഹിയർ സെഡ് ഫോക്സി ഫോക്സി. അങ്ങനെ ഫോക്സ് പറഞ്ഞു, ഓ അങ്ങനെയാണോ, കിങ് ഇവിടെയാണ് ജീവിക്കണത്, ഇവിടെയാണ് താമസിക്കണത്. ഓക്കെ, ദ കിങ് ലിവ്സ് ഹിയർ. ഓക്കെ, ഫോളോ മീ. ഫോളോ മീ എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ എല്ലാവരും വരൂ. ഈ ഫോക്സ് പറഞ്ഞു ഫോളോ മീ. ഓക്കെ, and that was the end of Funny Bunny, Henny Penny, Cocky Locky, Lucky Ducky and Pussy Goosey. എന്ത് സംഭവിച്ചു? അത് അവരുടെ അവസാനമായിരുന്നു. എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം. ആരുടെയൊക്കെ അവസാനം? ഫണ്ണി ബണ്ണി, ഹെന്നി പെന്നി, കോക്കി ലോക്കി, ലക്കി ഡക്കി ആൻഡ് പുസി ഗൂസി. ഓക്കെ, so I think you understood this lesson and you understood the value of this story. Okay, വെറുതെ ലെസൺ ഈ സ്റ്റോറി മനസ്സിലാക്കിയാൽ പോരാ, ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കണം. ഓക്കെ, സോ we'll move on to the activity now. Take page number 83. മിസ് 2 ആക്ടിവിറ്റിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 83-ൽ 2 ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് one day dash fell on Funny Bunny. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ നട്ട്, ദ സ്കൈ. ഈ ലെസൺ നിങ്ങൾക്ക് നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. എന്താണ് ഫണ്ണി ബണ്ണിൻ്റെ മേത്തേക്ക് വീണത്? നട്ടാണോ സ്കൈ ആണോ? ജസ്റ്റ് ടിക്ക് ഇടുക കേട്ടോ. സെക്കൻഡ് വൺ, ഫണ്ണി ബണ്ണി wanted to tell the king കോക്ക് ദ സ്കൈ വാട്ട് ഹി സോ. അതായത് ഫണ്ണി ബണ്ണി ആരോടാണ് തൻ്റെ മേത്തേക്ക് വീണത്, താൻ കണ്ടത് ആരോടാണ് പറയേണ്ടത്? കിങ്ങിനോടാണോ, കോക്കിനോടാണോ, സ്കൈനോടാണോ? അവരാരെ കാണാനാണ് പോയിരുന്നത്? ഓക്കെ, കിങ്, കോക്ക്, സ്കൈ ഏതാണെന്ന് നിങ്ങൾ ടിക്കിടുക. അത്രേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ആക്ടിവിറ്റി. നെക്സ്റ്റ് ഇസ് ഹൂ സെഡ് ദീസ് വേർഡ്സ് ഇൻ ദ സ്റ്റോറി. മിസ് കുറച്ച് ഡയലോഗ്സ് പറയാം. ഈ ഡയലോഗ് ഈ സ്റ്റോറിയിൽ ആരാണ് പറഞ്ഞത് നിങ്ങൾ പറയണം. ഓക്കെ, ഫസ്റ്റ് വൺ, ഔട്ട്, ദ സ്കൈ ഈസ് ഫോളിങ് ഡൗൺ. സ്കൈ താഴേക്ക് വീഴാൻ പോവാണെന്ന് ആരാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞത്? ഫസ്റ്റ് തന്നെ മിസ് പറയുന്നുണ്ട്. അതൊന്ന് സ്റ്റോറി നോക്കിയിട്ട് ആരാണ് നിങ്ങൾ എഴുതുക. ഓക്കെ, സെക്കൻഡ് വൺ, ഐ മസ്റ്റ് ടെൽ ദ കിങ്. ഇതാരാണ് പറഞ്ഞത്? ഐ മസ്റ്റ് ടെൽ ദ കിങ്. തേർഡ് വൺ, ദ കിങ് ലിവ്സ് ഹിയർ. കിങ് ഇവിടെയാണ് താമസിക്കണമെന്ന് ആരോ പറഞ്ഞത്? അത് സ്റ്റോറിയുടെ ലാസ്റ്റ് തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കുക, ചെക്ക് ചെയ്യുക, എഴുതുക കേട്ടോ. നൗ ദ ലാസ്റ്റ് വൺ, ഫോളോ മീ. ഇത് മിസ് വീണ്ടും ഇവിടെ പറഞ്ഞിരുന്നു. ഫോളോ മീ എന്ന് ആരോ പറഞ്ഞത്? ഈ ലെസൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് എഴുതാൻ പറ്റും. ഓക്കെ, ഫോളോ മീ എന്ന് ആരോ പറഞ്ഞതെന്ന് ഈ ലൈനിൽ എഴുതുക കേട്ടോ. ദാറ്റ്സ് ദ ആക്ടിവിറ്റി. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻ ടു ഓൾ ദ അനിമൽസ് ഇൻ ദ എൻഡ്. അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എല്ലാ അനിമൽസിനും എന്ത് സംഭവിച്ചെന്ന് കേട്ടോ. ഇനി ഒരു 2-3 ആക്ടിവിറ്റീസും കൂടി ഉണ്ട്. അത് മിസ് നെക്സ്റ്റ് സെഷനിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ മിസ് അയക്കാം. നിങ്ങൾ ഈ ലെസൺ നന്നായി റീഡ് ചെയ്യുക, ഈ ആക്ടിവിറ്റി ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. See you soon.